ഹേ ഗായ്സ്, അപ്പോൾ പൊട്ടന് ലോട്ടറി അടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സന്തോഷത്തിലായിരുന്നു ഇന്ന് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അപ്രതീക്ഷിതമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻ്റെ കൊളീഗ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്ക് ഒരമ്മാമ്മയുടെ കൂടെ ഹോസ്പിറ്റൽ വരെ പോകാമോ എന്ന്. ഫസ്റ്റ് ഒന്ന് ഞാൻ ഞെട്ടിയെങ്കിലും ഞാൻ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറഞ്ഞതിനാണോ ഇത്ര ഞെട്ടണേ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൊളീഗ് ഇതേപോലെ തന്നെ എൻ്റെ ഓൾഡ് ഏജ് ഹോമിൽ ഒരു അമ്മാമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും ആഗ്രഹിച്ചായിരുന്നു എനിക്ക് ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പിന്നെ ഞാൻ ആലോചിച്ചു എൻ്റെ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അവരെന്നെ വിടാത്തതെന്ന്. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇന്ന് എന്നോട് എൻ്റെ കൊളീഗ് വന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ അത്ര ഹാപ്പി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. ഞാൻ പോയതാണെങ്കിലോ കൂട്ടുകാരി ഉണ്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ അവളെ വിളിച്ചെങ്കിലും പക്ഷെ അവൾക്ക് നൈറ്റ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ വേറെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടെ പോണതാണെങ്കിലും നമ്മുടെ അവിടുത്തെ A to Z കാര്യങ്ങൾ അമ്മമ്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. ഈ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി നമ്മൾ പതിയെല്ലാം കണ്ടുപിടിക്കാന്ന് വിചാരിച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ചിലവർക്ക് ക്ഷമയുമില്ല. അമ്മാമ്മയുടെ ഒരു സ്കാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. വന്നപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് നേരെ ഞാൻ കഫറ്റേരിയയിൽ പോയി. ഇവിടുത്തെ ഫുഡിന് നല്ല റേറ്റ് ആയതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചാണ് ഞാൻ എൻ്റെ വിശപ്പ് ഒതുക്കിയത് ഗൈസ്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.